ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലെ ഇട്ട നൈറ്റി കട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ അതേ നമ്മൾ അതിൽ സ്റ്റിച്ചിങ് പാർട്ടിൽ ഇത് കണ്ടല്ലോ, ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതായത് 12 ഇഞ്ച് നീളവും അതേപോലെ തന്നെ 10 ഇഞ്ച് വീതിയുമുള്ള ഒരു തുണി എടുത്തിരിക്കുന്നത്. 12 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളമുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദേ കണ്ടോ. അപ്പോൾ അതിന് നമുക്ക് ഒന്ന് മടക്കുക. കോൺട്രാസ്റ്റ് കളർ നല്ല ഡിസൈൻ എടുത്ത് നല്ല ഭംഗിയായിരിക്കും. നൈറ്റിയുടെ ഫ്രണ്ട് നെക്കിൻ്റെ മേലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് XXL സൈസ് ആയതുകൊണ്ട് 2.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലവും ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത് എത്രയാണ് വരിക? 5.5 ചെയ്ത് വരുമ്പോൾ 6 ഇഞ്ച് ആവും കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ വരുന്ന സമയത്ത് 5.5 എന്നുള്ളത് 6 ഇഞ്ചായിട്ട് വരും. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ഒന്ന് കറക്റ്റ് ആക്കണ്ടേ. അപ്പോൾ ഒരു 2.5 ഇഞ്ച് വീതി സൈഡിലും താഴെയും കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈനും ആണ്. പിന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനും ആണ്. പിന്നെ ഈ ഒരു നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10-15 വയസ്സ് കുറഞ്ഞ പോലെ തോന്നും. ഇത് എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ അത്യാവശ്യം വണ്ണവും അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ 40 കഴിഞ്ഞവർക്കൊക്കെ ഒരു 25 തോന്നിപ്പിക്കും സത്യം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 3 സൈഡും ഒന്ന് 1/2 ഇഞ്ച് മടക്കിയടിക്കാതെ. ഓക്കെ, അത് ഞാൻ കാണിക്കണില്ല, നിങ്ങൾ വേഗം നമുക്ക് മടക്കിയടിച്ചിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഞാൻ മടക്കിയടിച്ച് കൊണ്ടുവരാൻ പോവാണ്. 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് മടക്കിയടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. ഇതാണ് നമ്മുടെ നൈറ്റി, നല്ല കോട്ടൺ നൈറ്റിയാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിങ്ങനെയായിരിക്കുന്നത്. അതിൻ്റെ ഉൾവശം എടുക്കുക. ഉൾവശം എടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ആ പ്രിൻറ്റഡ് തുണിയുടെ നല്ല വശം ഉൾവശത്തിനോട് ചേർത്ത് വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ അല്ലാതെ പല രീതിയിൽ നെക്ക് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ എനിക്ക് എളുപ്പമുള്ള വഴിയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. ചിലവർ ഇങ്ങനെ നെക്ക് ലൈനിങ്ങിൻ്റെ, അതായത് മെയിൻ പീസിൻ്റെ നെക്ക് മാത്രം കട്ട് ചെയ്യും, ഈ മറ്റേതിൻ്റെ കട്ട് ചെയ്യില്ല, അല്ലാതെ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ ഇതൊരു ടേബിൾ ടോപ്പ് മെഷീനില്ല. അപ്പം നമുക്ക് ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോകും. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പോൾ നമ്മൾ ചുറ്റും അടച്ച ശേഷം ആ ഒരു തയ്ച്ചില്ലേ അതിൻ്റെ ഉൾവശത്ത് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ബോർഡർ പീസിനെ നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിടുക. നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ട ശേഷം 4 ഇഞ്ച് തയ്യൽ തുമ്പ്, കഴുത്തിൽ നിന്നും 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ആ ഒരു ബോർഡറിൻ്റെ ചുറ്റുവശത്തും കൂടി ഒന്ന് പതിച്ചടിക്കുക. ഈ ഒരു നൈറ്റി നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ തുണി തന്നെ എടുത്ത് നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഏത് നൈറ്റിക്കാണെങ്കിലും മാർക്കറ്റിൽ ഡിമാൻഡ് ആട്ടോ. അത് വേറെ വശം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ നൈറ്റി എന്നല്ല, ഏത് നൈറ്റിക്കും വീട്ടമ്മമാർക്ക് ഇടാൻ കംഫർട്ടബിൾ നൈറ്റിയാണ് അല്ലേ. അപ്പോൾ എല്ലാ നൈറ്റിക്കാണെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ കുർത്തിക്കാണെങ്കിലും കോട്ടൺ കുർത്തിക്കും ഡിമാൻഡുകൾ എന്നും ഉണ്ടാവും. അപ്പോൾ അത് നോക്കി ചൂടുകാലത്ത് നമുക്ക് ഇടാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ആ ഒരു ബോർഡർ അതിൻ്റെ എൻഡ് വശം കൂടി നമ്മുടെ തുണിയോട് ചേർത്ത് വെച്ചിട്ട് പതിച്ചടിക്കുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇത് ഞാൻ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് കാണിക്കാനുണ്ടതിൽ കേട്ടോ. അപ്പോൾ നോക്കിക്കത് ഇതുപോലെ ഇങ്ങനെ പതിച്ച് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉൾവശം നീറ്റായിരിക്കും. കണ്ടോ, വളരെ നീറ്റായിരിക്കും നമുക്ക് ഇത്. പിന്നെ കോട്ടൺ, നല്ല കോട്ടൺ തുണിയാണ് നൈറ്റി ബിറ്റില്ല, ലൈനിങ് പീസ് പോലത്തെ അല്ല. അതുകൊണ്ട് നമുക്കിത് സ്റ്റിഫിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം 2 മെറ്റീരിയൽ അതിൽ ഓൾറെഡി നെക്കിൽ വന്നു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് നമ്മൾ നടുവേ മടക്കി വെച്ച ശേഷം കഴുത്ത് കട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഫ്രണ്ട് പീസ് ഇപ്പോൾ കട്ട് ചെയ്തില്ല, അതിൻ്റെ ആ ഒരു സംഭവം എടുത്തിട്ട് അവിടെ വെക്കുക. എന്നിട്ട് കഴുത്തിൻ്റെ അകലം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ അകലം, കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ ഫ്രണ്ട് നെക്കിന് 5.5 കൊടുത്തു. പക്ഷേ ഇതിൽ നമുക്ക് ഒരു 4.5 അല്ലെങ്കിൽ 5 കൊടുത്താൽ മതി. ഇതിൽ വെച്ച് കുറയ്ക്കരുത്. അതിൽ വെച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരിക്കലും കുറയ്ക്കാറില്ല. ഓക്കെ, 4.5 അല്ലെങ്കിൽ 5 ഫ്രണ്ട് നെക്കിന് എപ്പോഴും ഞാൻ ഡെപ്ത് 4.5 അല്ലെങ്കിൽ 5 കൊടുക്കും. അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ജോയിൻ ചെയ്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം ഇതുപോലെ നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടൊന്ന് പതിച്ചടിക്കുക. ഓക്കെ, അതായത് ക്രോസ് പീസ് ഇതിൻ്റെ ബാക്ക് നെക്കിൻ്റെ മേലെ വയ്ക്കുന്നു, കഴുത്തിൻ്റെ ആ യു ഷേപ്പിലൊന്ന് അടിക്കുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ ആ തയ്യലിൽ തട്ടാതെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക. കണ്ടോ,
ഈ ഒരു രീതിയിലാണ് എപ്പോഴും നെക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണത്. എന്നിട്ട് ആ ക്രോസ് പീസില്ലേ, ക്രോസ് പീസിനെ നമ്മൾ ഇങ്ങനെ ഉൾവശത്തേക്ക് ഇങ്ങനെ ഒന്ന് ആക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്ക് പീസിൻ്റെ നല്ല വശത്തോട് ചേർത്ത് ആ ഷോൾഡറിൻ്റെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തില്ലേ ക്രോസ് പീസ്, അതിനോട് ചേർത്ത് വെച്ചിട്ട് ആ ക്രോസ് പീസ് അതിൻ്റെ മേലെ കിടത്തി വെച്ചിട്ട് ക്രോസ് പീസിൻ്റെ തുമ്പൊന്ന് മടക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ഈ വീഡിയോ ഒന്ന് സ്ലോ ആക്കി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. നമുക്ക് യൂട്യൂബിൽ കാണുന്നവർക്ക് വീഡിയോ സ്ലോ ആക്കി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി സ്ലോ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് മറ്റേത് ഷോൾഡർ ജോയിൻ ചെയ്യുക. സാധാരണ ഞാൻ ഷോൾഡർ ജോയിനിങ് കാണിക്കാറില്ല. ഇന്നിപ്പോൾ അത് ഒറ്റയടിക്ക് കട്ടിങ് സ്റ്റിച്ചിങ് ഇടുന്നില്ല. കാരണം ഇതിനിപ്പോൾ തന്നെ ലെങ്ത്ത് 10 മിനിറ്റായി. സ്റ്റിച്ചിങ് വീഡിയോയ്ക്ക് ലെങ്ത്ത് 10 മിനിറ്റ് വരും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു വീഡിയോ ആകുമ്പോൾ നമ്മൾ ലെങ്ത്ത് കുറയ്ക്കുക ചെയ്യുക. ഇതിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടതാണ്. നമ്മളെപ്പോഴും അങ്ങനെ നൈറ്റീസിൻ്റെ വീഡിയോസ് എപ്പോഴെങ്കിലൊക്കെ ഇടാറുള്ളൂ, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ നല്ല വശം ഇതിനോട് ചേർത്ത് വെക്കുക ഫ്രണ്ട് പീസ്. എന്നിട്ട് ക്രോസ് പീസ് അതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉൾവശമാണ് എടുത്തിരിക്കുന്നത്. ഉൾവശം എടുത്തിട്ട് ആ ബാക്ക് പീസിൻ്റെ ക്രോസ് പീസില്ലേ, അതിനെ നമുക്ക് ഒന്ന് രണ്ടാക്കിയിട്ടൊന്ന് മടക്കുക. ക്രോസ് പീസിനെ തയ്യൽ തുമ്പിനെ ഉള്ളിലോട്ടേക്കാക്കിയിട്ട് ആദ്യം ഒന്ന് മടക്കി രണ്ടാമതൊന്ന് മടക്കിയിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് നൈറ്റി തയ്ക്കാൻ അറിയാത്തവർക്കൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നോക്കിക്കത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ നൈറ്റി ഇടുന്ന ഒരാളാണ്. എനിക്ക് ചുരിദാർ ഇടുന്നത് എനിക്ക് അത്രയും കൂടെ ഇഷ്ടമല്ല. ചുരിദാർ ആകുമ്പോൾ ഒന്നാമത് ഭയങ്കര ചൂടാണ്, പാൻറ്റ് അത് ഇത്. നൈറ്റി ആകുമ്പോൾ സുഖമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂടറിയില്ല. നൈറ്റി ഈ വീട്ടമ്മമാർക്ക് എപ്പോഴും നൈറ്റ് തന്നെയല്ല, എന്നെപ്പോലുള്ളവർക്ക് നൈറ്റ് തന്നെയാണ് നല്ലത്. കാരണം നമുക്ക് പല പണികളും ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചു. ഞാനിനി സ്ലീവൊക്കെ ജോയിൻ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തു, സ്ലീവും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് വലിയ സൈസാണ്. ഇതിപ്പോൾ XXL സൈസാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ പ്ലീറ്റ് എടുക്കാനുള്ള തുണികളില്ല, അത് എല്ലാം കൂടി ജോയിൻ ചെയ്ത് വലിയൊരു പീസാക്കി വെച്ചിട്ടുണ്ട്. 2 സൈഡും ബോഡി ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡ് കുറച്ച് വിട്ടേക്കണം ക്ലോസ് ചെയ്യുമ്പോൾ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലീറ്റ് തുണി അടിച്ച് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ചെറിയൊരു പഫ് വന്നിട്ടുണ്ട് അവിടെ ഫ്രണ്ട് വശത്ത്, ഇത് കണ്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് നോക്കിക്കേ, നമുക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതങ്ങ് കൂട്ടിയടിക്കുക. കൂട്ടിയടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു, അതായത് ഒരു സൈഡ് മാത്രം ഒരു 1 ഇഞ്ച് മേലെ കയറ്റിയിട്ട് നമ്മൾ കൂട്ടിയടിച്ച് നിർത്തുക. അത് അടി വരെ അടിച്ച് വരരുത്. കാരണം അപ്പം പിന്നെ നമുക്ക് ഈ ഒരു പ്ലീറ്റ് വെക്കാനുള്ള തുണി നമുക്ക് കിട്ടില്ല. അപ്പോൾ പ്ലീറ്റ് വെക്കാനുള്ള തുണി കിട്ടണമെങ്കിൽ നമ്മൾ പ്ലീറ്റ് ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളത് ഇതുപോലെ ഇങ്ങനെ ബോഡി ക്ലോസ് ചെയ്തേ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. കണ്ടോ, ഇവിടെ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടത് കണ്ടോ. ഒരു സൈഡ് വിട്ടാൽ മതിയേ. ഇനി മറ്റേ സൈഡ് ഫുള്ളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വരാം. ഫുള്ളായിട്ട് നമുക്ക് അടി വരെ ക്ലോസ് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ അടി വരെ ക്ലോസ് ചെയ്ത് ഫുള്ളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടല്ലോ, 1 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാം. പിന്നെ എനിക്കിതിൽ റിബണൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല, കാരണം തുണി ഒട്ടും തന്നെ ഇല്ല. കാരണം സ്ലീവിന് ലെങ്ത്ത് കൂടുതലാണ്, ഒരു 9.5 ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഇത് വെക്കാൻ പറ്റിയിട്ടില്ല, അതായത് റിബൺ വെക്കാൻ പറ്റിയിട്ടില്ല സംഭവം. അപ്പോൾ ഇത് നോക്കിക്കേ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടില്ല, അതായത് ഫുള്ളായിട്ട് അടിക്കാണ്ട് ഇത്തിരി ഓപ്പൺ ഇട്ടില്ല, അവിടെ നമുക്ക് ഈ ഒരു പ്ലീറ്റ് വെക്കാനുള്ള തുണി നമുക്ക് ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക, പ്ലീറ്റ് ഇട്ട് കൊടുക്കുക, തയ്ച്ച് വരിക. ഓക്കെ, അപ്പോൾ അതുപോലെ ചെയ്യാം. അപ്പോൾ ആ ഒരു ചെറിയതായിട്ട് നമ്മൾ മേലെ കെട്ടി നിർത്തിയില്ലേ ബോഡി ക്ലോസ് ചെയ്യുമ്പോൾ, ആ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ തുണി ഇങ്ങനെ നമ്മുടെ പ്ലീറ്റ് വെക്കാനുള്ള തുണി വെക്കുന്നു. ഇങ്ങനെ ചെറിയ പ്ലീറ്റ് എടുത്താൽ മതി, വലിയ പ്ലീറ്റ് എടുക്കാൻ തികയത്തില്ല തുണി. നൈറ്റി ബിറ്റ് എന്ന് പറയുന്നത് 290 അപ്പോൾ നമുക്ക് തികയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതേ കണ്ടുള്ള അടിയിൽ നിറച്ച് പ്ലീറ്റ്, കുഞ്ഞു പ്ലീറ്റ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ
ഇത് കണ്ടോ അതെ നെക്ക് ഇങ്ങനെയാണ് ഇതേ ഇപ്പം നല്ല ഷേപ്പും ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതെ ഇങ്ങനെയായിരിക്കും നമുക്ക് ലെങ്ത്ത് കണ്ടോ ഇത്രയും ലെങ്ത്ത് കിട്ടും. ഈ ഒരു ലെങ്ത്ത് എന്തായാലും വേണം, ഇതിൽ കുറയ്ക്കാൻ പാടില്ല. കൂടാനായിട്ട് തുണിയില്ല. അതെ അപ്പോൾ ദേ ഇത് സ്ലീവ് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്. അതെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു നൈറ്റി. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു 15 വയസ്സോളം കുറയും. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.